ഇന്ന് മലയാളം ഫിലിമിൽ നിന്ന് 2 ടീസറാണ് മെയിനായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഒന്ന് കാട്ടാളൻ, രണ്ടാമത് മസ്തിഷ്ക മരണം. ഇതിൽ എനിക്ക് കാട്ടാളനെക്കാട്ടും ഒന്നുകൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ളത് മസ്തിഷ്ക മരണത്തിൻ്റെ ടീസറാണ്. കാരണം എനിക്ക് പേഴ്സണലി ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഒരു ഫാൻറ്റസി, അതുപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിൽ കഥ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ടീസറും കാര്യങ്ങളൊക്കെയാണ് മസ്തിഷ്ക മരണത്തിൻ്റെ ടീസറും കാര്യങ്ങളും വന്നപ്പോൾ കണ്ടിട്ടുണ്ടായത്. ഒരു ഐറ്റം ഡാൻസ് ആയിരുന്നു ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാലോ രജിഷ വിജയൻ നല്ല രീതിയിൽ എയറിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇതിനെ കുറച്ച് മുമ്പ് ആയിരുന്നു രജിഷ വിജയൻ്റെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഐറ്റം ഡാൻസ് കളിക്കില്ല എന്നുള്ള പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ കാര്യമൊക്കെ എയറിൽ പറത്തിക്കൊണ്ട് തന്നെ രജിഷ വിജയൻ ഐറ്റം ഡാൻസ് കളിച്ചിട്ടുണ്ട് ഏതൊരു ഫിലിമിൽ. കണ്ടറിയേണ്ടി വരും ഈ ഒരു ഫിലിം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ രണ്ടാമതായിട്ട് വന്നിട്ടുള്ള കാട്ടാളൻ. ഈ ഒരു കാട്ടാളൻ്റെ ടീസർ എനിക്ക് കണ്ട സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെയാണ് വന്നത്. അത് ആൻ്റണി വർഗീസിൻ്റെ ഒരു ആക്ഷൻ ഫിലിം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ, ഏത് രീതിയിലൊക്കെ ആക്ഷൻ ഉണ്ടാവാൻ പറ്റുമോ, ആ രീതിയിലുള്ള ലെവലുള്ള സാധനമൊക്കെ ഇതിലുണ്ട്. പക്ഷേ എന്നെ പ്രത്യേകിച്ച് ഞെട്ടിച്ചിട്ടുള്ളതിൽ ഹനാൻ ഷായാണ്. ഹനാൻ ഷാക്ക് ഇതുപോലൊരു കിടിലൻ റോൾ ഇതിലുണ്ടാവും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് റോള് കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിലൊരു ആക്ഷൻ രംഗത്ത് അനാൻഷാനെ കാണിക്കുന്നുണ്ട്. മോനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അനാൻഷാ ഈ ഒരു ഫിലിമിൽ പാട്ട് പാടാനാക്കി വിളിച്ചിട്ടുണ്ടാക്കുന്നത്. അന്ന് പോസ്റ്ററും കാര്യങ്ങൾ ഇറങ്ങിയ സമയത്ത് പാട്ട് പാടാനാക്കി വിചാരിച്ചു. പക്ഷേ ഈ ഒരു പാടത്തിൻ്റെ ടീസർ വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഇതിലൊരു കിടിലൻ റോൾ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും നിങ്ങൾക്ക് ഇതിൽ 2 ടീസറിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കും.